ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്ദേമാതരം മുഴുവൻ ആലപിക്കാത്തതിനെതിരെ ബി.ജെ.പി. ഗവർണറോടുള്ള അവഹേളനമെന്ന് വി. മുരളീധരൻ എം.എൽ.എ. വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല എന്നും വി. മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഈ വന്ദേമാതരം വിഷയം അത് ബി.ജെ.പി. വലിയ വിഷയമാക്കി മാറ്റുകയാണ്. ഗവർണറെ അവഹേളിച്ചു എന്നാണ് ബി.ജെ.പി. പറയുന്നത്. ജുഡീഷ്യൽ ഗവർണർ വിവാദമാക്കുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി. ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. വലിയ വിമർശനം കഴക്കൂട്ടം എം.എൽ.എ. കൂടിയായിട്ടുള്ള വി. മുരളീധരൻ്റെ ഭാഗത്തു നിന്നാണ് ഉള്ളത്. ലോക് ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമാണ് ഇന്ന് സഭയിൽ നടത്തിയത് എന്നുള്ളതാണ് വിമർശനം. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം മുഴുവൻ ആലപിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശമുണ്ട്. അത് പക്ഷേ നിയമസഭയിൽ പാലിക്കപ്പെട്ടില്ല എന്നാണ് വി. മുരളീധരൻ പറയുന്നത്. 150-ാം വാർഷികം ആഘോഷിക്കുന്ന ദേശീയ ഗീതവും അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കും CPI-എമ്മിനും വഴങ്ങുകയാണ് വി.ഡി. സതീശൻ സർക്കാർ എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു എന്നുള്ള വിമർശനവുമുണ്ട്. അങ്ങനെ ഈ മുഴുവൻ ചൊല്ലാത്തത്, വന്ദേമാതരം മുഴുവൻ ചൊല്ലാത്തത് ബി.ജെ.പി. വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇക്കാര്യത്തിൽ ഗവർണർ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സുജീഷ്. അർജുൻ, എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ സർക്കാരും ഈ വന്ദേമാതരം ചൊല്ലുമെന്ന് കരുതിയിരുന്നില്ല. ആ പട്ടികയിൽ വന്ദേമാതരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ലോക്ഭവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വായിക്കാൻ തന്നെ തയ്യാറായത്. രുചീഷ, തീർച്ചയായും സർക്കാർ നൽകിയ പട്ടികയിൽ ദേശീയ ഗീതം ഉൾപ്പെട്ടിരുന്നില്ല. ദേശീയ ഗാനം ചൊല്ലുന്നത്, ജനഗണമന ചൊല്ലുന്നതാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. അതിനെ തുടർന്ന് ലോക് ഭവനാണ് ഈ വന്ദേമാതരം കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കുക കൂടി ചെയ്തു. പക്ഷേ മുഴുവൻ ചൊല്ലും എന്ന് ഒരുപക്ഷെ ലോക് ഭവൻ കരുതി കാണും. കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നീട് വിവാദമാകുകയും ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 4 വരിയിൽ സംസ്ഥാന സർക്കാർ ഒതുക്കിയത് എന്ന് കാണാം. അതേ സമയത്ത് ഇക്കാര്യത്തിൽ ലോക് ഭവൻ എന്തായാലും കടുത്ത അമർഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് എന്നാണ് ലോക് ഭവൻ പറയുന്നത്. അതിനെ അംഗീകരിച്ചാണ് നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുകയും ചെയ്തത്. പിന്നീട് വിവാദമായ പശ്ചാത്തലത്തിൽ അതിൽ ഈ 4 വരിയിൽ ഒതുക്കിയതിന് എന്തായാലും ലോക് ഭവന് കടുത്ത അമർഷമുണ്ട്. എന്ത് നിലപാട് ഇക്കാര്യത്തിൽ ഗവർണർ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അർജുൻ, അതോടൊപ്പം ഈ വിമർശനത്തിൽ പറയുന്നതാണ് CPI-എമ്മിന് വഴിപ്പെട്ടു, അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെയും വിമർശനത്തെ വഴിപ്പെട്ടാണ് സർക്കാർ ഈ നീക്കം എന്നതാണ് ബി.ജെ.പിയുടെ ഒരു വിമർശനം. തീർച്ചയായും ഇക്കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെയാണ് ബി.ജെ.പി. എപ്പോഴും UDF-നെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം. ഇങ്ങനെയുള്ള നിലപാടുകൾക്ക് UDF-നെ പ്രേരിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള ആക്ഷേപം സ്ഥിരമായി ബി.ജെ.പി. ഉന്നയിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ CPI-എമ്മിനെ കൂടെ ചേർത്തിരിക്കുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഴുവൻ ചൊല്ലിയതുമായി ബന്ധപ്പെട്ട്, വന്ദേമാതരം മുഴുവൻ ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം CPI-എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിരുന്നു. സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഇത് മുഴുവൻ ചൊല്ലുക എന്നുള്ളത്. അതൊരു ഉത്തരവായോ അല്ലെങ്കിൽ കടുപ്പിച്ച നിർദ്ദേശമായോ ഇല്ല. എന്നിട്ട് കൂടിയും സംസ്ഥാന സർക്കാർ RSSന് വിധേയപ്പെട്ടാണ് അത് മുഴുവൻ ചൊല്ലിയത് എന്നുള്ള വിമർശനം CPI-എമ്മും കൂടി ഉന്നയിച്ചിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ പരാമർശിക്കുന്നതിനോടൊപ്പം തന്നെ CPI-എമ്മിനും ഇങ്ങനെ CPI-എമ്മിനോട് കൂടി ചേർത്ത് UDF-നെ വിമർശിക്കാൻ ബി.ജെ.പി. തയ്യാറാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യം വന്ദേമാതരം പാതി ചൊല്ലി എന്ന വിമർശനം, അത് ഗവർണറോടുള്ള അവഹേളനം എന്നതാണ് ബി.ജെ.പിയുടെ വിമർശനം.